നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ ദുരൂഹത മാറ്റാൻ ഇന്ന് സമാധിയിടം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധ്യത എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മരണത്തെ തുടർന്ന് സിദ്ധൻ ഭവനിൽ ദുരൂഹത തളം കെട്ടി നിൽക്കുകയാണ്. എന്തായാലും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരാവശ്യമാണ് ഈ പരാതിക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറ ഇന്ന് പോലീസ് പൊളിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് പൊളിക്കാനായി നേരത്തെ പോലീസ് കളക്ടറുടെ അനുമതി തേടിയിരുന്നു. തുടർന്ന് ആദിയോയുടെ സാന്നിധ്യത്തിൽ സമാധി പൊളിക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി. ആദിയോയുടെ സാന്നിധ്യത്തിൽ തന്നെ സമാധി പൊളിക്കും. അവിടെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കും. മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഗോപൻ സ്വാമിയെ ജീവനോടെയാണോ സമാധി ഇരുത്തിയത് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഗോപൻ സ്വാമിയെ ജീവനോടെയാണോ സമാധി ഇരുത്തിയത് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിലാണ് എങ്കിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന, മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. മണിയൻ എന്ന ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിലിരുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചു എന്നാണ് മക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ മരണവിവരം അയൽവാസികളെയും അതുപോലെ തന്നെ ചില ബന്ധുക്കളെയും അറിയിച്ചില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ചത്. ചുമരിലും ഗേറ്റിലുമൊക്കെ അദ്ദേഹം സമാധിയായി എന്ന പോസ്റ്റർ മക്കൾ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് അയൽവാസികൾ, അതായത് വീടിനടുത്തുള്ള അയൽവാസികൾ പോലും അദ്ദേഹത്തിന്റെ മരണവിവരം അറിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം എന്ന ആവശ്യവുമായി നാട്ടുകാർ അടക്കമുള്ളവർ രംഗത്ത് വന്നത്. നാട്ടുകാരായ 2 പേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തത്. തിങ്കളാഴ്ച സമാധി തുറന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കൂടുതൽ ജീർണിച്ചില്ലെങ്കിലേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുകയുള്ളൂ. ജീർണിച്ച അവസ്ഥയിലാണ് എങ്കിൽ ഇതിന് സമീപത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കാനാണ് സാധ്യത. ഗോപൻ സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. ഇവിടുത്തെ പൂജ ഗോപൻ സ്വാമിയാണ് ചെയ്തിരുന്നത്. കുറച്ചു മാസങ്ങളായി ഗോപൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ്. ഗോപൻ സ്വാമി വർഷങ്ങൾക്ക് മുൻപേ വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചിരുന്നു. ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു. മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധി ഇരുത്തണമെന്ന് മക്കളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് മക്കൾ നൽകിയിരിക്കുന്ന മൊഴി. വെള്ളിയാഴ്ച വൈകുണ്ഠ ഏകാദശിയായിരുന്നു. അതിനു മുൻപ് സമാധി ഇരുത്തിയാൽ പുണ്യം കിട്ടുമെന്ന വിശ്വാസം ുണ്ട്. അതുകൊണ്ടാകാം ഇത്തരത്തിൽ സമാധി ഇരുത്തിയത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. എന്തായാലും ഈ കേസിൽ മരണം നടന്നത് വീട്ടിലാണോ അതോ അറയിലാണോ എന്നത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയിലൂടെ ആയിരിക്കും ഇത് കണ്ടെത്തേണ്ടി വരിക. അദ്ദേഹം സമാധിയായി എന്ന് വീട്ടുകാർ പറയുമ്പോഴും മരിച്ചത് എങ്ങനെയെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. മക്കളുടെ അറിവോടെ അറയ്ക്കുള്ളിൽ ജീവനോടെ കയറിയിരുന്ന ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ കേസിന്റെ രീതിയും മാറും. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സമാധിയാകും, അല്ലെങ്കിൽ അതുവരെ നടന്നുപോയി എങ്ങനെ സമാധിയാകും എന്നാണ് അയൽക്കാർ ഉന്നയിക്കുന്ന സംശയം. മരണം നടന്ന സമയം ഭാര്യ സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി. ഈ മരണം നടന്നത് എങ്ങനെ എന്നതിലാണ് അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ദിവസം കൊണ്ട് ഈ ദുരൂഹതകൾക്കൊക്കെ ഒരു അന്ത്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.